ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് പബ്ജി ബാനാണ്. ഇന്ത്യയിൽ 118 ചൈനീസ് അപ്ലിക്കേഷൻസ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദാറ്റ് പബ്ജി ആൻഡ് പബ്ജി ലൈറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത് കുറെ പേർക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. കാരണം കുറെ പേര് ഈ ഒരു ഗെയിം വെച്ചിട്ട് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേരുടെ കരിയർ തന്നെ ഈ ഒരു ഗെയിം വെച്ചിട്ടായിരുന്നു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പബ്ജി ബാനിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ പബ്ജി ആയ ഫോജിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. സോ ഹലോ ഗൈസ്, ഞാൻ അജിത് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിൽ പബ്ജി ബാൻ എന്ന് പറയുന്നത് വലിയൊരു ന്യൂസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് പബ്ജി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇ സ്പോർട്സ് പോലുള്ള ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് എല്ലാം ഇന്ത്യയിൽ ഫേമസ് ആവാൻ കാരണം പബ്ജിയാണ്. കുറെ പേരുടെ കരിയർ തന്നെ ഈ ഒരു ഗെയിം വെച്ചിട്ട് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഏർണിങ്സ് നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിം വെച്ചിട്ട്. ലൈവ് സ്ട്രീം വഴിയും ടൂർണമെന്റ്സ് വഴിയും സ്പോൺസർഷിപ്പ് വഴിയും എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു ഏർണിങ്സ് ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല കുറെ പേര് ഈ ഒരു ഗെയിമിൽ നിന്ന് റിലീഫ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പാൻഡമിക് ടൈമാണെന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ഒരു ടൈമിൽ ഫ്രണ്ട്സുകളൊപ്പം വർത്താനം പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരുന്നു പബ്ജി. ഗെയിം ഇങ്ങനെ ആണെങ്കിലും കൂടി ഇത് ബാൻ ആവാൻ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഇൻഡോ ചൈന പ്രശ്നം തന്നെ. ഇന്ത്യൻ ആർമിയും ചൈനീസ് ആർമിയും കൂടിയിട്ടുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. അതിൽ ചൈനീസ് ആർമി നമ്മുടെ ഇന്ത്യൻ ആർമീനെ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്തു. ആൻഡ് കുറേ നമ്മുടെ ഇന്ത്യൻ ആർമി സോൾജേഴ്സ് വീരമൃത്യു വരെ വഹിച്ചു. സോ ഈ ഒരു കാരണം തന്നെയാണ് ചൈനീസ് അപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ ട്രിഗർ ചെയ്തത്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂസ് തന്നെ. പബ്ജി മാത്രമല്ല, ബാൻ ചെയ്ത എല്ലാ ചൈനീസ് അപ്ലിക്കേഷൻസിലും പ്രൈവസി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്യാമറ അപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളോട് പെർമിഷൻസ് വാങ്ങിച്ചിട്ടുള്ളത് കോൺടാക്റ്റും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഒരു ക്യാമറ അപ്ലിക്കേഷൻ എന്തിനാണ് കോൺടാക്ട് ഡീറ്റെയിൽസും അതേപോലെ നമ്മുടെ ലൊക്കേഷൻ്റെ ആവശ്യം? സോ ഈ ഒരു രീതിയിലുള്ള ഡാറ്റാസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ജിയുടെ കേസിൽ അവർ അത്രയ്ക്ക് തോന്നെ പെർമിഷൻസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈക്രോഫോണും അതേപോലെ ലൊക്കേഷൻ ഡീറ്റെയിലും അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൈക്രോഫോണിന്റെ ആവശ്യം എന്തായാലും വേണമായിരുന്നു പബ്ജി ഗെയിമിങ്ങിന്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനു മുമ്പ് തന്നെ പബ്ജിയുടെ പേരിൽ ഒരു ഇഷ്യൂ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷമാണ് പബ്ജി ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊടുത്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇന്ത്യൻ സെർവർ വരെ അവർ ബിൽഡ് ചെയ്തു. ആൻഡ് ഇന്ത്യൻ സെർവറിലാണ് നമ്മളെല്ലാവരുടെയും ഡാറ്റ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചിൽ ഇന്ത്യൻ ഗവൺമെന്റ് റിസർച്ച് ചെയ്തപ്പോഴാണ് ഇന്ത്യൻ സെർവറിൽ നിന്നുള്ള ഡീറ്റെയിൽസ് വരെ അവർ വേറെ സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. സോ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൈവസി ഇഷ്യൂസ് വരെ അവർ കണ്ടെത്തി. മൂന്നാമത്തെ കാരണം ടെൻസെന്റ് കമ്പനിയാണ്. ടെൻസെന്റ് കമ്പനി ഒരു ചൈനീസ് കമ്പനിയാണ്. ആഫ്റ്റർ ഓൾ പബ്ജി ഒരു സൗത്ത് കൊറിയൻ ഡെവലപ്ഡ് ഗെയിം ആണെങ്കിലും കൂടി ടെൻസെന്റ് ആണ് ഇതിന്റെ പബ്ലിഷിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ചെയ്യുന്നത്. സോ അവിടെ ഒരു ചൈനീസ് ടച്ച് ഉള്ളതുകൊണ്ട് കൂടി ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള ഒരു കാരണം ടെൻസെന്റ് കമ്പനിയായി മാറി. അപ്ലിക്കേഷൻസിന്റെ കേസസിൽ മാത്രമല്ല ഈ ഒരു ബാനും കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ഇമ്പോർട്ടിങ്ങിലാണെങ്കിലും കൂടി കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടൊന്നും ഇപ്പോൾ ഇന്ത്യയിലേക്ക് അങ്ങനെ വരുന്നില്ല. അതിൽ നല്ല വലിയ രീതിയിലുള്ള ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. സോ പബ്ജി ബാനിനുള്ള മെയിൻ കാരണങ്ങളാണ് ഈ മൂന്നെണ്ണം. ഇനി പബ്ജി തിരിച്ചു വരുമോ ഇല്ലേന്ന് അത് ഒരു ഡൗട്ടാണ്. കാരണം ഒരു രീതിയിലുള്ള ഒരു അപ്ഡേഷൻ കാര്യങ്ങളും പബ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ടെൻസെന്റ് കമ്പനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കോൺടാക്ട് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ എന്താണ് അവരുടെ ഫൈനൽ ഡിസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഞാൻ കുറേ വോയിസ് മെയിൽ കാര്യങ്ങൾ കേട്ടു. അതായത് ടെൻസെന്റ് കമ്പനി മാറിയിട്ട് അവിടെ വേറൊരു കമ്പനി പബ്ലിഷിങ്ങിന് വന്നു കഴിഞ്ഞാൽ മേ ബി പബ്ജി ഇന്ത്യയിൽ വരുമെന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല അത് മേ ബി ചിലപ്പോൾ നടക്കാം. ബട്ട് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന്. ഇതുവരെ ബാൻ ചെയ്ത അപ്ലിക്കേഷൻസ് ഒന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ടിക്ടോക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അത് കംപ്ലീറ്റ്ലി ബാൻ ആയി കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമാണ് പബ്ജി ബാൻ ആയിട്ടുള്ളത്, ഗ്ലോബലി അല്ല. സോ ടെൻസെന്റ് കമ്പനീനെ മാറ്റിയിട്ട് ഇവിടെ വേറൊരു കമ്പനി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ചിലപ്പോൾ നടന്നേക്കാം, ബട്ട് ഇറ്റ് ടേക്സ് ടൈം ഫോർ ഷുവർ. സോ അതിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊരു കൺഫർമേഷനും ഇല്ല. പിന്നെ പബ്ജി കളിക്കണവർക്കൊരു വികാരമാണ്. കളിക്കണവർക്ക് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും നല്ല രീതിയിലുള്ള സ്കിൽസ് കൊടുത്തൊരു ഗെയിമാണ് പബ്ജി എന്ന് പറയുന്നത്. പക്ഷേ കമ്പനിക്കാർക്ക് ഇത് വെറും ഒരു ബിസിനസ്സാണ്. സോ ടെൻസെന്റ് കമ്പനീനെ അങ്ങനെ മാറ്റാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല അത് എത്രമാത്രം ഈസി ആണെന്ന് അറിയില്ല. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം പബ്ജിയുടെ റിട്ടേണിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് പബ്ജി കളിക്കാൻ വേണ്ടിയിട്ട് VPN യൂസ് ചെയ്യും, അതേപോലെ സൗത്ത് കൊറിയൻ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാരണങ്ങളൊക്കെ കേട്ടു ഞാൻ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പബ്ജി ബാൻ ആവാനുള്ള കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രൈവസി ഇഷ്യൂസും ഉണ്ട്. സോ എല്ലാവരും സേഫായിട്ട് നീങ്ങുക. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഗെയിം ചിലപ്പോൾ കളിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അതൊരു നല്ലൊരു രീതിയല്ല.
എന്താണെങ്കിലും കൂടി നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ഒരു നിലപാട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മുടെ സേഫ്റ്റിയും കൂടി അവരിതിൽ നോക്കിയിട്ടുണ്ട്. സോ എനിവേസ് നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യാം. പബ്ജി ഗെയിമിന്റെ റിട്ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു മാർക്കറ്റാണ് പബ്ജിക്ക്. ഓവർ 50 മില്യൺ യൂസേഴ്സ് ആണ് ഇന്ത്യയിൽ നിന്നുള്ളത് പബ്ജിയുടെ. സോ അവർക്ക് ആ ഒരു രീതിയിൽ ഇന്ത്യനെ ഒഴിവാക്കാൻ പറ്റില്ല. അവരെങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. പബ്ജി ബാനിന് ശേഷം ഒരു ട്വിസ്റ്റ് പോലെ തന്നെയായിരുന്നു വേറൊരു ഗെയിമിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഫൗജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ പബ്ജി ഗെയിമിന്റെ അനൗൺസ്മെന്റ്. ആരും പ്രതീക്ഷയില്ല ഈ ഒരു ഗെയിമിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന്. കാരണം വിത്തിൻ 2 days ആയിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത്. ഫൗജി ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. എൻകോർ ഗെയിംസ്, അതായത് ബാംഗ്ലൂർ ബേസ്ഡ് ഗെയിം ഡെവലപ്പിംഗ് കമ്പനിയുടെ ഒരു ഗെയിമാണ് ഫൗജി എന്ന് പറയുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അതിന്റെ ഗെയിം പ്ലേ ക്ലിപ്സ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് ഒരു ട്വീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രം നമ്മുടെ ഇന്ത്യൻ ആക്ടറായിട്ടുള്ള അക്ഷയ് കുമാർ. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗെയിം കളിക്കുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അത് മാത്രമല്ല, പബ്ജി കളിച്ചവർക്ക് അറിയാം റോയൽ പാസിന് വേണ്ടിയിട്ടും അതേപോലെ ക്രേറ്റ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുറേ കാശ് ചെലവഴിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗെയിമിലും ഉണ്ടാവും. ബട്ട് ഈ ഗെയിമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഈ ഗെയിമിന്റെ ടോട്ടൽ റവന്യൂയുടെ 20% നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. കാരണം പബ്ജിയിൽ അങ്ങനെയല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ ചൈനയിൽ പോയിട്ടാണ് കിടക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിനാണ് ബെനിഫിറ്റ് ആവുക. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് ആണ്. പുറത്തേക്കൊന്നും പോകണില്ല. ആൻഡ് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഗെയിം പ്ലേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ പേര് ഇപ്പം തന്നെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട്. കാരണം ഇന്ത്യൻ ഗെയിംസ് അധികം ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ കുറച്ച് ഗെയിംസ് ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വിജയം കിട്ടിയിട്ടുമില്ല. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പബ്ജിയുടെ പോലെ നല്ലൊരു ഹിറ്റാവാതിരിക്കാം, നമുക്കൊന്നും അറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് പബ്ജി ബാനിനെ കുറിച്ചുള്ള, അതേപോലെ നമ്മുടെ ഇന്ത്യൻ പബ്ജി ആയ ഫൗജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന്. ഓൾസോ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്.